വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. തിരുവചനം നമ്മുടെ ആത്മാവിന് ശക്തിയാണ്, മനസ്സിന് ഊർജമാണ്. തിരുവചനം കേൾക്കുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കർത്താവിൻ്റെ ശക്തിയാലും സ്നേഹത്താലും നിറയുകയാണ്. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണിത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. നമുക്ക് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. വിശ്വാസം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തെ താങ്ങി നിർത്തുന്നതും മുൻപോട്ട് കൊണ്ടുപോകുന്നതും വിശ്വാസമാണ്. പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള വിശ്വാസവുമാണ്. വിശ്വാസം പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്നുള്ള ഒരു ബോധ്യമാണ്. അപ്പോൾ വിശ്വാസവും പ്രത്യാശയും പരസ്പരം ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ കറയില്ലാത്ത സമ്പൂർണമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി നമുക്ക് മുൻപേ ജീവിച്ച ഒത്തിരി പേരെ നമുക്കറിയാം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ പൂർവ്വപിതാവായ അബ്രാഹത്തെ നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെയും നമ്മൾ കാണുന്നുണ്ട്. കറയില്ലാത്ത ഒരു വിശ്വാസമായിരുന്നു ഇവരുടെ 2 പേരുടെയും വിശ്വാസം. കറയില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സമ്പൂർണമായി അങ്ങ് ആശ്രയിക്കുക, വിധേയപ്പെടുക എന്നൊക്കെ നമ്മൾ പറയും. ഈ കഴിഞ്ഞ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് ഞങ്ങൾ 2-3 പേര് കൂടി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കയറി. ഭക്ഷണമൊക്കെ വന്നു, കഴിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ആ കറിക്ക് എന്തോ ഒരു അരുചി ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പറഞ്ഞു, എന്തോ ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ ഈ കറിക്ക്. ഉടനെ എൻ്റെ കൂട്ടത്തിലുള്ള സിസ്റ്റർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഇത് വലിയ ഹോട്ടലല്ലേ, ഇവരൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. ഹോട്ടലുകാരിൽ ഒരു വിശ്വാസം. സിസ്റ്റർ അങ്ങനെ പറഞ്ഞു. ഉടനെ ഞങ്ങൾ 2 പേരും കൂടെ പറഞ്ഞു, ശരിയാ, ഇവരെങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കുകയില്ല, നല്ല ഭക്ഷണമേ കൊടുക്കുള്ളൂ. ആ ഹോട്ടലുകാരിൽ നിമിഷ നേരം കൊണ്ട് നമ്മളൊരു വിശ്വാസം അങ്ങ് അർപ്പിച്ചു. ഈ ലോകത്തിൽ മറ്റുള്ളവരിൽ എത്ര കണ്ട് വിശ്വാസം അർപ്പിക്കുന്നവരാണ് നമ്മൾ. അവിടെ നിന്ന് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വണ്ടിക്കാണ് പോകുന്നത്. ഞാൻ ആ ഡ്രൈവറെ വിശ്വസിച്ചു. അദ്ദേഹം ആപത്തില്ലാതെ അപകടമില്ലാതെ ഇവിടെ കൊണ്ടുപോയി എന്നെ എത്തിക്കുമെന്നുള്ള കാര്യം ഡ്രൈവറിൽ വിശ്വാസം വെച്ചു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്താലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലും അവരിലൊക്കെ നമുക്കൊരു വിശ്വാസമാണ്. എന്താണ്? ഞാൻ പ്രത്യാശിക്കുന്നതിലേക്ക് എന്നെ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസം. രാഷ്ട്രീയക്കാരാണെങ്കിലോ അവരിൽ വിശ്വാസം അർപ്പിക്കുന്നു, പ്രത്യാശ വെക്കുന്നു, എല്ലാം ശരിയാക്കി തരും, ആയിക്കോട്ടെ, അങ്ങനെ ഉള്ളിനെ നമ്മൾ ക്രമീകരിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവിക്കുന്ന ഒന്നാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സെൻട്രലിലെ ധ്യാനം കഴിഞ്ഞ് ഒരു സഹോദരിയുടെ വയറിനകത്ത് വലിയൊരു മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതുമാണ്. ധ്യാനമൊക്കെ കൂടി മനസ്സിനൊരു ശക്തിയൊക്കെ സംഭരിച്ചു പോയി ഓപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അതിനൊരുക്കമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കായിട്ട് വന്നതാണ് ഈ ധ്യാനത്തിന്. ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച ഇറങ്ങുമ്പം ഈ സഹോദരി പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ വയറ് അല്പം ഒന്ന് കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട്, സൗഖ്യം കിട്ടിയതായിട്ടാണോ എന്ന് എനിക്ക് ഉറപ്പറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, വിശ്വസിച്ചു പൊക്കോ, കർത്താവിനെ സൗഖ്യപ്പെടുത്താൻ 1 സെക്കൻഡ് മതി. ആ ചേച്ചി അവിടെ കൂടിയിരുന്ന ധ്യാനം കഴിഞ്ഞ ആൾക്കാരൊക്കെ പോവുകയാണ്. അവിടെ കുറച്ച് പേര് യാത്ര ചോദിക്കാനും പറയാനും ഒക്കെ നിൽപ്പുണ്ട്. അവരോട് എല്ലാവരോടുമായിട്ട് വളരെ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ വന്നതിനേക്കാളും എൻ്റെ വയറ് നന്നായി കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ വയറ്റിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു, അത് ഒന്നെങ്കിൽ പരിപൂർണമായി തീർന്നു കാണും, അതല്ലെങ്കിൽ അത് പകുതിയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. അത് കേട്ടപ്പം അതിൻ്റെ തൊട്ടടുത്ത് നിന്ന ഒരു സഹോദരൻ ധ്യാനം കഴിഞ്ഞ്
വീട്ടിലോട്ട് യാത്രയാവുകയാണ്. പക്ഷേ അദ്ദേഹത്തിൽ വലിയ വിശ്വാസമൊന്നും, ദൈവത്തിലൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ സഹോദരി പറയുന്നത് കേട്ടിട്ട് ഈ സഹോദരൻ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഓ, ദൈവം അത്രയും വലിയ അത്ഭുതം ചേച്ചിക്ക് വേണ്ടി ചെയ്തോ, എങ്കിൽ ദൈവം എൻ്റെ ഈ കുഞ്ഞു കാര്യത്തിന് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യും. ഒരാൾ പറയുന്നത് കേട്ടിട്ട് ആ കേൾവിയിൽ നിന്നും ഉത്ഭവിക്കുന്ന വലിയൊരു വിശ്വാസം എന്ന് നമുക്കിതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഫോണിലൂടെ മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ സഹായമായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഒരു 15 ദിവസത്തിന് വിശുദ്ധ കുർബാനയിൽ സാധിക്കുമെങ്കിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും പറഞ്ഞ. ആ ദിവസങ്ങളൊക്കെ കുറേ പേര് വന്ന് സ്ഥലമൊക്കെ നോക്കിപ്പോയി. പക്ഷേ വില കൊണ്ട് അങ്ങോട്ട് അടുക്കുന്നില്ല, അതുകൊണ്ടാണ് വിൽക്കാത്തത് എന്നുള്ള കാര്യം. അദ്ദേഹം പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ആ സഹോദരൻ പറഞ്ഞു, സിസ്റ്റേ, ഞാൻ ആഗ്രഹിച്ചതിലും 15,000 രൂപയും കൂടുതൽ കിട്ടത്തക്ക രീതിയിൽ കർത്താവ് എൻ്റെ സ്ഥലത്തെ എനിക്ക് മറ്റൊരാളിലൂടെ വിറ്റു തന്നു. എന്തോ ഒരു സന്തോഷമാണ്, എന്തോ ഒരു നന്ദിയാണ് ദൈവത്തോട്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ എൻ്റെ ദൈവം എനിക്ക് തരും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം. യേശു കടന്നു പോകുമ്പോൾ അന്ധയാചകൻ വഴിയിൽ ഇരിപ്പുണ്ടായിരുന്നു. തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അന്ധയാചകൻ അവൻ നിലവിളിച്ച് അപേക്ഷിച്ചു. നിലവിളിയുടെ ശബ്ദം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തി. അവൻ്റെ വിശ്വാസം അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ മതിയായതായിരുന്നു. വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ട് എന്നാണ് കർത്താവ് പറയുക. ചിലപ്പോൾ നമ്മുടെ വിശ്വാസം ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ നമുക്ക് തോന്നും. ചില ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമോ എന്ന് നമ്മൾ തന്നെ സംശയിക്കും. വാസ്തവത്തിൽ വിശ്വാസം ദൈവത്തിന് വലിയൊരു ദാനമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു ദാനമാണ് ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ദാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറഞ്ഞാൽ മാത്രം പോരാ, ഈ ദാനം എന്നും കാത്തു സൂക്ഷിക്കുവാൻ, കെടാതെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപാവരണം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വിശ്വാസം കെടാതെ പരിശ്രമിക്കുകയും ചെയ്യണം. ദൈവത്തിൻ്റെ സന്നിധിയിലും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളിലും ഒക്കെ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ സാക്ഷ്യം വഹിക്കുവാൻ ഈ വലിയൊരു വിശ്വാസം നമുക്ക് കൈമുതലായിട്ട് ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. വിശ്വസിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യാശയാണല്ലോ ഒരു മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്നത്. പ്രത്യാശയില്ലാത്തവൻ ഇരുളിലാണ്, അന്ധകാരത്തിലാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റും. എന്നാൽ മെയിനായിട്ടുള്ള ചില ആന്തരിക അവയവങ്ങളൊക്കെ ഇല്ലാതായാൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് പ്രത്യാശയില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും മുൻപോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. വിശ്വസിക്കുകയാണ്, ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വയ്ക്കുകയാണ്. ദൈവമാണ് എനിക്ക് എല്ലാം, എങ്ങനെയുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിക്ക് പനി കൂടി ആശുപത്രിയിലേക്ക് വണ്ടിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഫോൺ ചെയ്ത് മധ്യസ്ഥ പ്രാർത്ഥന സഹായം തേടി. അപ്പോൾ കൂട്ടത്തിലുള്ള ജീവിത പങ്കാളി പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, ഞങ്ങൾ ആശുപത്രിയിലേക്ക് വളരെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യം കർത്താവ് കൊടുക്കുമെന്നും കൃത്യമായ രോഗം കണ്ടുപിടിക്കുമെന്നും ഇത് മരണത്തിലേക്ക് എത്തുകയില്ലെന്നും വിശ്വസിക്കുന്നു. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ മുഴുവനും മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഉറക്കെ പ്രഖ്യാപിക്കുക. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് കേൾക്കാം, ഈ സ്ത്രീയുടെ കൂട്ടത്തിലുള്ള മറ്റ് ചേച്ചിമാർക്ക് കേൾക്കാം, കൂട്ടത്തിലുള്ള മറ്റ് സഹോദരന്മാർക്ക് കേൾക്കാം ഇദ്ദേഹം പറയുന്ന ഈ കാര്യങ്ങൾ. നമ്മളുടെ വിശ്വാസം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്കും കൂടെ ഒഴുകിയിറങ്ങുവാൻ മതിയായതാകുമ്പോൾ ഒരുപാട് കൃപകളും അനുഗ്രഹങ്ങളും അവിടെ നമ്മൾ കാണുകയാണ്. ദേശാടന പക്ഷികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അവർ ഒരുപാട് കാതങ്ങൾ താണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു തുരുത്തിൽ ചെന്ന് അതുങ്ങൾ താന്നിരിക്കും. ഈ യാത്രക്കിടയിൽ ഈ പക്ഷികൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ഭക്ഷിക്കാനൊന്നുമില്ല, പ്രത്യേക കരുതലുകളൊന്നുമില്ല.
അവർ ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രത്യാശ മാത്രമേ അവർക്ക് ഉള്ളൂ. അത് പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അനേകം മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ലോകം കാണുന്ന വലിയ ആർഭാടങ്ങളോ സ്ഥാനമാനങ്ങളോ വലിയ ഭൗതിക സമ്പത്തോ ഒന്നും കാണില്ല. പക്ഷെ അവർക്കൊരു വലിയ പ്രത്യാശയുണ്ട്, ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത്. കർത്താവ് കൂടെയുണ്ട് എന്ന് പറയുന്നവനാണ് ഭാഗ്യവാൻ. ഈ ലോകത്തിലെ അനുഗ്രഹീതൻ അവനാണ്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ലക്ഷ്യത്തിൽ എത്തുകയാണ്, പ്രത്യാശയിൽ അവൻ എത്തുകയാണ്. ജീവിതം പാതി വഴിക്ക് വെച്ച് അവൻ തീർക്കില്ല. കാരണം അവൻ ദൈവത്തിലാണ് വിശ്വാസം വെച്ചിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളിൽ എത്രയോ സഹോദരിമാരും സഹോദരന്മാരും കൊടിയ നിരാശയിൽ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമുള്ള ഒരു പ്രത്യാശ കിട്ടാനാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുകയാണെങ്കിൽ എത്ര ജീവിതം വഴിമുട്ടി എന്ന് കരുതിയാലും വിശ്വസിച്ചാലും അവർ വീണ്ടും വളരെ വിശ്വാസത്തോടുകൂടെ അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 15-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 തിരുവചനങ്ങൾ ശ്രദ്ധേയമാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നുമാണ് നിലനിൽക്കുന്നത്. എന്നാൽ സ്നേഹമാണ് അല്പം കൂടെ കൂടിയത് എന്നാണ് വചനത്തിൽ നമ്മൾ കാണുക. ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റിരുന്ന ഒരു സഹോദരൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കണ്ട് സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചു. സംസാരത്തിനിടയിൽ മനസ്സിലായി ഇദ്ദേഹം ഒരു ഡോക്ടറാണ് എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഇന്ന് ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് മാനസിക രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, പ്രത്യാശയില്ലായ്കയാണ് അതിന് ഒരു പരിധിവരെ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗികളെ കൂടെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യാശയുള്ളവരായി അവർക്ക് ഒന്ന് ജീവിക്കാൻ സാധിക്കാൻ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ അവരെ വിട്ടുപോകും എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിൽ അവരെ കൂടെ ഓർക്കണമെന്ന് ആ സഹോദരൻ പറഞ്ഞത് ഓർക്കുകയാണ്. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലികഴിക്കുക, യേശുക്രിസ്തു നമ്മൾക്ക് തന്ന വലിയൊരു സ്നേഹത്തിൻ്റെ പാഠവും വലിയൊരു മാതൃകയും അതാണ്. സ്നേഹിതർക്ക് വേണ്ടി സ്വന്തം ജീവനെ ബലികഴിക്കാനായിട്ട് സാധിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ആ സഹോദരിയുടെ ഉദരത്തിൽ 8 മാസം പ്രായമായ ഒരു കുഞ്ഞ് വളരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ആശുപത്രിക്ക് ചെന്നപ്പോൾ ഡോക്ടർ എന്തോ വലിയൊരു കുഴപ്പം പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട്. അന്നേരത്തൊട്ട് ഈ സഹോദരിക്ക് ടെൻഷനായി. ഒത്തിരി സ്ഥലത്തേക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അങ്ങനെയാണ് എന്നെയും വിളിക്കുക. ആ സഹോദരി പറഞ്ഞൊരു കാര്യം വളരെ ആകർഷണീയമാണ്. പറഞ്ഞു, സിസ്റ്റർ, എൻ്റെ ജീവനെ ഞാൻ വേണമെങ്കിൽ ദൈവത്തിന് കൊടുക്കാം, പക്ഷേ എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ജീവനെ കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുഞ്ഞ് ജീവിക്കണം, ഞാൻ മരിച്ചാലും വേണ്ടില്ല. 3 പ്രാവശ്യത്തോളം ഈ സഹോദരി ഈ വാക്ക് ആവർത്തിക്കപ്പെട്ടു. എൻ്റെ ജീവനെ ഞാൻ കൊടുക്കാം, പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെ എനിക്ക് തിരിച്ചു തരണം. അതൊരു എന്തോ ഒരു വലിയൊരു സ്നേഹമാണ് ആ അമ്മയുടെ വാചകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. യേശു സ്നേഹത്തിൻ്റെ ഒരു തരംഗം നമുക്കവിടെ ആ സഹോദരിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. എൻ്റെ ജീവൻ എനിക്ക് വിഷയമല്ല, പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എനിക്ക് കിട്ടണം. അതാണ് യേശുവിൻ്റെ സ്നേഹം. ഇങ്ങനെയാണ് തൻ്റെ ജീവനെ നമ്മുടെയൊക്കെ ജീവൻ ഉണ്ടാകാൻ വേണ്ടി അവിടുന്ന് ബലിയായി സമർപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ പെലിക്കൻ പക്ഷിയെ കണ്ടിട്ടില്ലേ? മിക്കവാറും പള്ളികളിലൊക്കെ പെലിക്കൻ പക്ഷിയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പക്ഷി സ്വന്തം ചുണ്ടുകൾ കൊണ്ട് സ്വന്തം ഹൃദയം കുത്തി പൊട്ടിച്ച് അവിടെ നിന്ന് രക്തമൊഴുക്കി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഈ പക്ഷി ചാവുകയാണ് ചെയ്യുക. അതൊരു വലിയ സ്നേഹമാണ്. കുഞ്ഞുങ്ങളോടുള്ള ആ തള്ളപ്പക്ഷിയുടെ വലിയൊരു സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുക. വചനം പറയുകയാണ്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഈ കഴിഞ്ഞ ദിവസം NRCയിലേക്ക് ഒരു കുടുംബം പ്രാർത്ഥിക്കാനായി കടന്നു വന്നു.
ഒരു കൂട്ടുകാരിക്ക് വേണ്ടി ആ കൂട്ടുകാരത്തിയുടെ കൂട്ടുകാരിയും ആ മോളുടെ അമ്മയും ഇവർ 3 പേരാണ് കടന്നു വന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന ഈ സഹോദരിയെ നോക്കി കൂട്ടുകാരി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഇവളൊരു പാവമാണ്, നമുക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാനൊന്നും പറ്റിയല്ല, ഞങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇവള് പഠിക്കുക. പക്ഷേ ഇപ്പോൾ അതിഭയങ്കരമായൊരു ഭയം കൂട്ടുകാരിയെ ഗ്രസിച്ചിരിക്കുക. ഈ ഭയം തോന്നുമ്പോൾ ഈ കുഞ്ഞ് തല കറങ്ങി വീഴും, പിന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഓർമ്മയില്ല, പിന്നെ ചാടി എഴുന്നേൽക്കും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. ഒരുപാട് മരുന്നൊക്കെ വാങ്ങി, ഡോക്ടർമാരൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഈ കൂട്ടുകാരിയാണ് പറഞ്ഞത്, നമുക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവ് തന്നെ സുഖപ്പെടുത്തും എന്നുള്ള കാര്യം. അങ്ങനെയാണ് ഇവർ പ്രാർത്ഥിക്കാനായി കടന്നു വന്നത്. ആ മോളോട് സംസാരിച്ചു. സംസാരത്തിനിടയിൽ ഭയം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പറഞ്ഞു. അതെല്ലാം യേശുവിൻ്റെ നാമത്തിലിരുന്ന് കേട്ടു. അവസാനം ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് നിന്നു. ശിരസിൽ കരങ്ങൾ വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹം ഈ മകളിലേക്ക് ഒഴുക്കണമേ, ഉള്ളിലുള്ള ഭയത്തെയും ആകുലതയെയും ഉത്കണ്ഠയെയും നിരാശയെയും എല്ലാം എടുത്തു മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുഞ്ഞ് ആ കസേരയിൽ നിന്ന് നിലത്തേക്ക് ഒരൊറ്റ വീഴ്ച. വാസ്തവത്തിൽ ഞാനും പേടിച്ചു പോയി. അവളുടെ അമ്മ എരിയന്നിപ്പുണ്ടായിരുന്നു. അമ്മയും ഭയപ്പെട്ടു, കൂട്ടുകാരിയും ഭയപ്പെട്ടു. വീണ് അവളവിടെ കിടന്നിങ്ങനെ കാലും കൈയെല്ലാം ഇങ്ങനെ അടിച്ചു. ആ സമയത്ത് ഞാൻ എഴുന്നേറ്റ് തന്നെ നിന്ന് ആ മകളുടെ ശിരസിൽ കരങ്ങൾ വരത്തക്ക പോലെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു 7-8 മിനിറ്റായി കാണും. തനിച്ച് ഈ കുഞ്ഞ് എഴുന്നേറ്റ് അവിടെ തന്നെ ഇരുന്നു കഴിഞ്ഞ് ശാന്തമായി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി, എനിക്കിപ്പോൾ എന്താ അനുഭവപ്പെടുന്നത്? ഉടനെ ആ മോള് പറഞ്ഞ കാര്യം ഇതാണ്, സിസ്റ്ററെ, എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. ആ ഇറങ്ങിപ്പോയ ഭാരത്തോടു കൂടെ ഞാനങ്ങ് വീഴുകയാണ് ചെയ്തത്. എനിക്ക് മനസ്സിലായി, പരിപൂർണമായിട്ടുള്ള സൗഖ്യം ആ സഹോദരിക്ക് കിട്ടി. ഈ അനുഭവം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കൊണ്ടുവന്ന കൂട്ടുകാരി ഉണ്ടല്ലോ അരികെ, ആ കൂട്ടുകാരിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. പോകാൻ നേരത്തെ യാത്ര പറഞ്ഞപ്പോൾ ഈ കൂട്ടുകാരി പറഞ്ഞൊരു പോയിൻ്റ് ശ്രദ്ധേയമാണ്. അവൾ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ എങ്ങനെയാലൊക്കെ പഠിച്ചെടുക്കും, പക്ഷെ ഇവള് പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ പാവങ്ങളാണ്, ഇവളിലുമാണ് വീടിൻ്റെ മുഴുവനും പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. സിസ്റ്ററെ, ഒത്തിരി സന്തോഷമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും വന്നത് കിട്ടിയതുപോലെ ഒരു അനുഭവം തോന്നുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടെ അവിടുന്ന് യാത്രയായത് ഞാൻ ഓർമ്മിക്കുക. സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടത്തിൽ നമ്മളുമായി ഇടപഴകുന്നവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊടുക്കുക, അതല്ലെങ്കിൽ സ്നേഹത്തെ കൊടുക്കുക, അതല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ, ബുദ്ധി, ആരോഗ്യം, ശക്തി ഇതെല്ലാം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യം തന്നെയാണ്. സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ യൂദാ ലേഖനം 20-ാം വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുവിൻ. വചനം പറയുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുവിൻ. പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുവാൻ സ്നേഹം നമ്മളെ ഏറെ സഹായിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു തരിക. പരിശുദ്ധാത്മാവിനോട് കൂടെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ല. ആത്മാവിൻ്റെ ശക്തി കൂടെ നമ്മളിലുണ്ട്, ആത്മചൈതന്യം നമ്മളിലുണ്ട്. അതുകൊണ്ട് രോഗികളായി കട്ടിലിൽ കിടക്കുന്നവരാണെങ്കിലും ശരി, ആശുപത്രിയിലാണെങ്കിലും ശരി, എവിടെയാണോ ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ നെഞ്ചിലേറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിനോട് കൂടെ വിശ്വാസത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ ജീവിതത്തെ പ്രത്യാശയോടുകൂടെ നോക്കിക്കാണുവാൻ, വിശ്വാസത്തോടുകൂടെ നോക്കിക്കാണുവാൻ, സ്നേഹത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വലിയ സ്വർഗീയ ശക്തി നിറയുന്ന അനുഭവമാണ് നമുക്കുള്ളത്. വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ നോക്കിക്കാണാനായിട്ട് സാധിക്കും. പ്രത്യാശയുണ്ടെങ്കിലോ വിശ്വാസത്തോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. സ്നേഹം കൂടെ ഉണ്ടെങ്കിലോ അല്പം കൂടെ അവരുടെ ഹൃദയത്തിൽ
നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് സ്ഥാനമുണ്ടായിരിക്കും. എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നും ഇല്ല എന്നാണ് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ സ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതാണ് വചനം പറയുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് സ്നേഹമായിരിക്കണം എന്നുള്ളതാണ്. ജീവിത പങ്കാളിയോട് സ്നേഹം വേണം, മക്കളോട് വേണം, നമ്മളുടെ ഉദ്യോഗ സ്ഥലത്താണെങ്കിൽ, ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ സ്നേഹത്തിന് മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ ചാച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചുമയ്ക്കും സ്നേഹത്തിനും മറഞ്ഞിരിക്കാൻ പറ്റിയല്ല. ചാച്ചൻ പറയും, ഇപ്പം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഏതൊക്കെ വേദികളിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാലും ചുമയ്ക്കാൻ വന്നാൽ നമ്മൾ ചുമയ്ക്കും. അത് നമുക്ക് പിടിച്ചു വെക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെയാണ് സ്നേഹത്തിൻ്റെ കാര്യവും. സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ നോട്ടത്തിലൂടെയൊക്കെ അത് കടന്നു വരും. ഒരു പക്ഷേ ജീവിത പങ്കാളിക്ക് ഒരല്പ സ്നേഹമായിരിക്കും വേണ്ടുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഈ ഒരാൾക്ക് യജമാനൻ്റെ ചെറിയൊരു സ്നേഹമോ അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ചെറിയൊരു വാക്കോ ഒക്കെ മതിയായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മളത് കൊടുക്കാനായിട്ട് മനസ്സാകുകയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി മുന്നിൽ നിൽക്കുന്നത്. സ്നേഹിക്കുക, എല്ലാം മറന്ന് സ്നേഹിക്കുക. യേശു പറഞ്ഞില്ലേ, സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാകരുത്. ദൈവം നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആ മുഴുവൻ കഴിവുകളും സ്നേഹമായി അവരന് വേണ്ടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതം സാഫല്യമായി. അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ ഒരു ഓർമ്മയായി നമുക്ക് രൂപപ്പെടാം. അപ്പോൾ പൗലോസ്ലീഹ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം നമ്മുടെ ജീവിതം കൊണ്ട് അന്വർത്ഥമാകും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനമായ ഈശോയെ, അങ്ങയുടെ വചനം എൻ്റെ ജീവിതത്തിന് ശക്തിയായി തീരുവാൻ കൃപ ചൊരിയണമേ. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കോർത്തിണക്കിക്കൊണ്ട് സ്വർഗരാജ്യത്തിനു വേണ്ടി, സ്വർഗരാജ്യത്തിലേക്കായി നല്ല നിക്ഷേപങ്ങൾ കരുതുവാൻ അടിയനെ സഹായിക്കണമേ. വിശ്വസിക്കുന്നവ പ്രത്യാശയോടുകൂടെ ചെയ്യുവാൻ, സ്നേഹത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.